നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 19 തിങ്കളാഴ്ച പവർഫുൾ ബ്ലൂ മൂൺ ഡേ ആണിന്ന്. അതായത് നീല പൗർണമി വരുന്ന ദിവസം. അതിശക്തിയാർന്ന ഈ ദിവസത്തിൽ ഇനി പറയാൻ പോകുന്ന ഈ ഒരു വരി ഒന്ന് എഴുതി നോക്കൂ. എത്ര ദരിദ്രനും കോടീശ്വരനായി തീരുന്നതാണ്. ഇന്ന് പൗർണമി ദിവസം രാത്രി 12 മണിക്ക് മുൻപായിട്ടാണ് ഈ ഒരു വരി എഴുതേണ്ടത്. നമ്മുടെ ചാനലിൽ പണത്തെ ആകർഷിക്കുവാൻ, അതായത് പണവശ്യത്തിനായി ധാരാളം മന്ത്രജപങ്ങൾ, താന്ത്രിക പരിഹാരങ്ങൾ, രഹസ്യ വഴിപാട് രീതികൾ കൂടാതെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്നിങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് അതിശക്തിയാർന്ന ഒരു പണവശ്യ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചാണ്. ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ മന്ത്രജപത്തിൻ്റെയോ പൂജയുടെയോ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആർക്കും ഇത് ചെയ്യാവുന്നതാണ്. ലോ ഓഫ് അട്രാക്ഷനിലുള്ള അഫർമേഷൻ ടെക്നിക്കിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇനി ഈ അഫർമേഷൻ എന്താണെന്നാൽ സ്വയം പ്രകടനം. അതാണ് അഫർമേഷൻ. ഇന്ന് ഒരു ദിവസം മാത്രം ഇത് എഴുതിയാൽ മതിയാകും. 100% പണവരവിൽ അസുര വളർച്ചയുണ്ടാകുന്നതാണ്. ഇന്ന് പൗർണമി ദിവസം എഴുതേണ്ട അതിശക്തിയാർന്ന ആ വാക്ക് ഏതാണെന്നും ഇതെങ്ങനെയാണ് എഴുതേണ്ടതെന്നും ഏത് സമയത്താണ് എഴുതേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് പൂർണ്ണമായ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുവാൻ യാതൊരു വിധത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല. അതായത് കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല. നോൺ വെജ് കഴിച്ചാലും സ്ത്രീകൾക്ക് പീരിയഡ്സ് ആയിരുന്നാലും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പുലവാലായ്മ ഉള്ളവർക്കും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. ഇനി ആദ്യം തന്നെ പൗർണമി തിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം. ഇന്ന് പുലർച്ചെ 3:07 പൗർണമി തിഥി ആരംഭിച്ച് ഇന്ന് അർദ്ധരാത്രി 1:09 പൗർണമി തിഥി അവസാനിക്കുന്നത്. അതായത് ഇന്നത്തെ ദിവസം മുഴുവനായും പൗർണമി തിഥി വരുന്നുണ്ട്. ഇനി ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി 12 മണിക്ക് മുൻപായി ഏത് സമയത്തും ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ ഇന്ന് ഏത് സമയമാണ് കൂടുതൽ ഉത്തമം എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. അതായത് പൊതുവായി പൗർണമി ദിവസം ചെയ്യുന്ന ഏതൊരു വഴിപാടുകളാണെങ്കിലും ശരി, അത് സന്ധ്യാസമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന ഈ ഒരു മെത്തേഡും ഇന്ന് വൈകിട്ട് 6 മണി മുതൽ രാത്രി 12 മണിക്കുള്ളിൽ ഈ ഒരു മെത്തേഡ് ചെയ്താൽ 100% ഇരട്ടി ഫലം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സാധിക്കുന്നവർ എല്ലാവരും ഈ ഒരു സമയത്ത് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തവർ, നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ രാത്രി 12 മണിക്കുള്ളിൽ ഏത് സമയത്തും ഇത് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ വീട്ടിലിരുന്നോ, ക്ഷേത്രത്തിലിരുന്നോ, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ, അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്നും ഇത് എഴുതാവുന്നതാണ്. ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താണെന്നാൽ ഇത് എത്ര തവണയാണ് എഴുതേണ്ടതെന്ന് ചോദിച്ചാൽ 27 പ്രാവശ്യമാണ് ഇത് നിങ്ങൾ എഴുതേണ്ടത്. ഇതിന് കാരണം എന്താണെന്നാൽ പൗർണമി എന്ന് പറയുമ്പോൾ തന്നെ അത് ചന്ദ്രഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ചന്ദ്രഭഗവാൻ ഒരു ദിവസത്തിൽ ഒരു നക്ഷത്രത്തോടൊപ്പമാണ് വസിക്കുന്നത്. മൊത്തം 27 നക്ഷത്രങ്ങളാണുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി പറയാൻ പോകുന്ന ഈ അത്ഭുതവാക്യം 27 തവണ എഴുതണമെന്ന് പറയുന്നതും. ഇനി എഴുതുമ്പോൾ 27 തവണയിൽ കൂടുതലായോ അല്ലെങ്കിൽ കുറവായോ എഴുതുവാൻ പാടില്ല. കൃത്യം 27 പ്രാവശ്യം തന്നെ എഴുതുക. എഴുതുമ്പോൾ എണ്ണം കൃത്യമാകുവാൻ ആദ്യം 1 മുതൽ 27 വരെ നമ്പർ ഇട്ട് വെച്ചതിന് ശേഷം ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇന്ന് ഒരേ ഒരു ദിവസം മാത്രം ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ ഒരു പേപ്പറിൽ ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി പേപ്പർ എടുക്കുമ്പോൾ വരയിടാത്ത വൈറ്റ് പേപ്പർ നോക്കി എടുക്കുക. വെള്ള നിറം എന്നാൽ അത് ചന്ദ്രഭഗവാന് വിശേഷപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വെള്ള നിറത്തിലുള്ള പേപ്പർ തന്നെ എടുക്കുക. ഇനി എഴുതുവാൻ ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ നിറത്തിലുള്ള പേന ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ഈ നിറത്തിലുള്ള പേന ഒഴിവാക്കേണ്ടതാണ്. ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ നിറത്തിലുള്ള പേന, പെൻസിൽ, സ്കെച്ച്, മാർക്കർ അങ്ങനെ ഏതുകൊണ്ടും ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി എഴുതുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ ഇത് എഴുതുമ്പോൾ നമ്മുടെ മനോനില അല്ലെങ്കിൽ മാനസിക നില എങ്ങനെയാണ് ഉണ്ടാകേണ്ടതെന്നാൽ നിങ്ങൾ വളരെ വലിയൊരു പണക്കാരനാണ്, ആ ഒരു ഫീലാണ് നിങ്ങളിൽ ഉണ്ടാകേണ്ടത്. ഈ ഒരു വാക്യം എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് പണം ലഭിക്കും, ആ ഒരു തോന്നൽ അല്ലെങ്കിൽ ആ ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടാകരുത്. അറ്റ് പ്രസന്റിൽ അല്ലെങ്കിൽ റൈറ്റ് നൗ നിങ്ങളൊരു വലിയ പണക്കാരനാണ്. നിങ്ങളുടെ ആവശ്യത്തിനുള്ള പണം നിങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്നുവോ ആ ഒരു ഫീലോട് കൂടി വേണം ഇത് നിങ്ങൾ എഴുതുവാൻ.
ഇനി നിങ്ങളിൽ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം ഒരിക്കലും കൃത്രിമമാകരുത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു പണക്കാരനാണെങ്കിൽ എത്രത്തോളം നിങ്ങൾ സന്തോഷിക്കുന്നുവോ ആ ഒരു യഥാർത്ഥ ഫീലാണ് നിങ്ങളിൽ ഉണ്ടാകേണ്ടത്. ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ്, അതായത് 2 മിനിറ്റ് മുൻപേ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച പണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം നിങ്ങളുടെ പക്കലുണ്ട്. നിങ്ങൾ എന്തെല്ലാമാണോ വാങ്ങണമെന്ന് ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ എവിടെയെല്ലാമാണോ പോകണമെന്ന് ആഗ്രഹിച്ചത്, ചുരുക്കി പറഞ്ഞാൽ പണമുണ്ടെങ്കിൽ നിങ്ങൾ എന്തെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതെല്ലാം ചെയ്തു കഴിഞ്ഞതായി നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുക. അപ്പോൾ ആ ഒരു സങ്കല്പം അല്ലെങ്കിൽ തോന്നൽ വർദ്ധിക്കുവാൻ ആരംഭിക്കുന്നതാണ്. ആ സന്തോഷമുള്ള മനസ്സോടുകൂടി വേണം ഇനി പറയുന്ന ഈ ഒരു വാക്യം എഴുതുവാൻ. ഡിവൈൻ ബ്ലൂ മൂൺ ബ്രിങ്സ് ട്രമണ്ടസ് അബണ്ടൻസ്. ഡിവൈൻ ബ്ലൂ മൂൺ ബ്രിങ്സ് ട്രമണ്ടസ് അബണ്ടൻസ്. ഡിവൈൻ ബ്ലൂ മൂൺ ബ്രിങ്സ് ട്രമണ്ടസ് അബണ്ടൻസ്. വളരെയധികം പവർഫുള്ളായ വാക്കാണിത്. ഈ വാക്ക് ഒരു വരിയായോ അല്ലെങ്കിൽ 2 വരിയായോ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി എഴുതുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ കറക്റ്റായിട്ട് ഇത് എഴുതുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നാൽ, എഴുതുമ്പോൾ ഒരു എംബോസിഷൻ എഴുതുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ലാഘവത്തോടു കൂടി എഴുതരുത്. വളരെയധികം ശ്രദ്ധിച്ച് സാവധാനത്തോടെ സന്തോഷമുള്ള മനസ്സോടുകൂടി വേണം ഈ ഒരു വാക്യം എഴുതുവാൻ. 27 പ്രാവശ്യം എഴുതി തീർന്നതിന് ശേഷം ഈ പേപ്പർ മടക്കി ഈ പേപ്പർ നിങ്ങളുടെ പണപ്പെട്ടിയിലോ അല്ലെങ്കിൽ അലമാരയിലോ മണി പേഴ്സിലോ ഹാൻഡ് ബാഗിലോ വെക്കാവുന്നതാണ്. ഇങ്ങനെ വെക്കുന്ന ഈ പേപ്പർ ഉടനെ എടുത്തു മാറ്റേണ്ട ആവശ്യമില്ല. ആ പേപ്പർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ പേപ്പർ പഴകിപ്പോയാലോ അല്ലെങ്കിൽ കീറിപ്പോയാലോ ഈ പേപ്പർ എടുത്ത് കത്തിച്ച് കളയാവുന്നതാണ്. ഇനി ഇത് കത്തിക്കുമ്പോൾ ഏത് ദിവസവും അല്ലെങ്കിൽ ഏത് സമയത്തും ഇത് ചെയ്യാവുന്നതാണ്. ഇത്രയും സിമ്പിളാണ് ഈ ഒരു മെത്തേഡ്. ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാതെ ഇന്ന് അതിശക്തിയാർന്ന അപൂർവമായ ബ്ലൂ മൂൺ ഡേ ദിവസം, അതായത് പവർഫുള്ളായ നീല പൗർണമി ദിവസം വെറും ഒരേ ഒരു പ്രാവശ്യം ഇതൊന്ന് ചെയ്തു നോക്കൂ. സാമ്പത്തിക തടസ്സങ്ങളും കടബാധ്യതയും കുടുംബത്തിലെ ദാരിദ്ര്യങ്ങളും പൂർണ്ണമായും തീർന്നു കിട്ടുകയും വീട്ടിൽ പണവരവ് വർദ്ധിക്കുവാൻ ആരംഭിക്കുന്നതുമാണ്. മാത്രമല്ല ഈ പരിഹാരം ചെയ്ത് അടുത്ത ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പണവരവിൽ അസുര വളർച്ചയുണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ അത്ഭുത ദിവസം ആരും തന്നെ പാഴാക്കരുത്. ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൽ പൂർണ്ണമായ വിശ്വാസമാണ് പ്രധാനം. പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമേ 100% പോസിറ്റീവായ റിസൾട്ടും ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് മനസ്സിലൊരൽപ്പം പോലും സംശയമോ ആശങ്കകളോ ഇല്ലാതെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഈ ഒരു മെത്തേഡ് ചെയ്താൽ കൈമേൽ ഫലം ഉറപ്പാണ്. എല്ലാവർക്കും ചന്ദ്രഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.